കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ഭയങ്കരമായിട്ടുള്ള കൺവെൻഷൻസൊക്കെ നടത്തിയിരുന്നു. അന്നവിടെ ഒരു സ്വാമി മധുരാനന്ദ, അദ്ദേഹം അതിനെ ഒന്ന് തടുത്തു നിൽക്കാനായിട്ട് ഒരു ദീപപൂജ എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് ആരംഭിച്ചു. ദീപപൂജയും മതപഠന ക്ലാസ്സുകളുമാണ് അദ്ദേഹം ആരംഭിച്ചിരുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഈ റൂറൽ ഡെവലപ്മെൻറ്റിലേക്ക് അങ്ങോട്ട് ആവാഹിച്ചെടുത്തു. ആയിരക്കണക്കിനായുള്ള സ്ത്രീകൾ ദീപപൂജയിൽ പങ്കെടുക്കും. അമ്പലങ്ങളുടെ ചുറ്റുപാട് ഇരുന്നിട്ട് രാമേശ്വരം മുതലായിട്ടുള്ള വലിയ അപ്പോൾ അതിനുള്ള ചിലവ് മുഴുവൻ അവർ തന്നെ വഹിക്കും. ലോക്കലായിട്ടുള്ള ആൾക്കാർ, ഒരു എണ്ണക്കാരൻ എണ്ണ തരും, മറ്റേ ഭക്ഷണം തരും, പൂക്കാരൻ പൂവ് തരും. അങ്ങനെ കേന്ദ്രത്തിന് വലിയ ചിലവില്ലാതെ അങ്ങനെ ലോക്കൽ ആൾക്കാരെ കൊണ്ട് തന്നെ സമാഹരിച്ചിട്ടുള്ള പരിപാടികൾ, റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതിലാണ് പിന്നെ ആയിരക്കണക്കിന് പേർക്ക് ഐ ഓപ്പറേഷൻ, അരവിന്ദ് ഇതുമായിട്ട് ഐ ഹോസ്പിറ്റലുമായിട്ട്, മധുരയിലുള്ള ഐ ഹോസ്പിറ്റലായിട്ട് അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് അവർ ആദ്യം തുടങ്ങിയത് നാച്ചുറൽ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് നമ്മുടെ ഇതിൽ തന്നെ. അവർ ഈ ബയോഗ്യാസ് അതിൻ്റെയൊക്കെ അങ്ങനെ തുടങ്ങി. പിന്നെ ഇപ്പോൾ അവരുടെ മേജർ, അവർക്ക് അവാർഡൊക്കെ വന്നു കഴിഞ്ഞു, ടെമ്പിൾട്ടൺ അവാർഡൊക്കെ കിട്ടി അവർക്ക്. രാമേശ്വരത്തിന് ഗ്രീൻ രാമേശ്വരത്ത് 10-60 തീർത്ഥസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ആ തീർത്ഥങ്ങളെല്ലാം മൂടിക്കെടുക്കുകയാണ്. ഡംപിങ് ഗ്രൗണ്ട്സ് ഇതിൻ്റെ ഇത് കൊണ്ടിടണമായിരുന്നു. അപ്പോൾ കേന്ദ്ര ഹാസ് ടേക്കൺ അപ്പ് ദാറ്റ് ആൻഡ് റിവൈവിങ്. അത് നമ്മുടെ പ്രവൃത്തിയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും എടുത്തിട്ട് പോവില്ല. നമ്മൾ കുറച്ച് ചെല്ലും, അവിടുത്തെ ആൾക്കാരെ ഉണർത്തി അവരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അവർക്ക് ആയിട്ട് തന്നെ കൊടുത്തിട്ട് പോകും. സോ യു ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ദാറ്റ്. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു തീർത്ഥത്തിനെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ ഇനി അത് നിങ്ങളുടെ പണിയാണ്. നമ്മളെല്ലാം ചെയ്തു തരും, അതിൻ്റെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ ഇനി അതിനെ പ്രിസർവ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് 10-13 എത്രയോ 10-40 മറ്റോ റിവൈവ് കഴിഞ്ഞു. ഭയങ്കരമായിട്ടുള്ളൊരു പ്രോജക്റ്റ്. അബ്ദുൽ കലാമിന് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു പ്രോജക്റ്റായിരുന്നു അത്. അദ്ദേഹം വളരെ പ്രശംസിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന ഈ ആക്ടിവിറ്റീസിന് എന്തിനുമാണ് സേവ്ജിക്ക് ഒരു ടെമ്പിൾട്ടൺ അവാർഡ് കിട്ടി, പ്രിൻസ് ചാൾസിൻ്റെ അടുത്ത് പോയി അവാർഡൊക്കെ കിട്ടിയതൊക്കെ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ യങ്ങർ ഇതിലാണ് നിവേദിത ദീദിയാണ് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഇത്. ആ കുട്ടിക്ക് പത്മശ്രീ കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. ഇതിൽ രസം, ഇത്രയും വലിയ സ്ഥാപനത്തിൽ കേരളത്തിൽ നിന്ന് ഞങ്ങൾ 5 പേരേ ഉള്ളൂ. പരമേശ്വരൻജി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, പിന്നെ ഒരു ബാലകൃഷ്ണൻജി ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്, ഇപ്പോൾ ഇവിടെ കണ്ട രഘു, പിന്നെ ഒരു സിസ്റ്റർ രാധ. ഞങ്ങൾ 5 പേരെ കേരളത്തിൽ നിന്നുള്ളൂ. ഇത്രയും ലൈഫ് വർക്കേഴ്സ് എല്ലാ ദിക്കിൽ നിന്നും വരുന്നു. അവരുടെ നമുക്ക് ആരുമില്ല. നമ്മളൊരു മീറ്റിങ്ങിന് വിളിച്ച ആൾക്കാർക്കും വരാൻ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. ഇപ്പോൾ കൊടുങ്ങല്ലൂർ വന്നതിന് ശേഷം ഞങ്ങൾ കണ്ടു യോഗ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊരുപാട് നമ്മുടെ കുട്ടികളാണ് ഇവിടെ അടുത്തുള്ള സ്കൂളുകളിലെല്ലാം യോഗ ടീച്ചേഴ്സായിട്ടിരിക്കണം. പിന്നെ യോഗ ആ ടീച്ചർമാർ വഴി പോയിക്കണ കുട്ടികളെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ലക്ഷക്കണക്കിനുള്ള യോഗയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ 15 കൊല്ലമായിട്ട് 6 സ്കൂളുകളിൽ ഫുൾ സ്കൂളുകൾക്ക് നമ്മുടെ കുട്ടികളാണ് ടീച്ചേഴ്സ്. ഇപ്പോൾ യോഗയുടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് സുധാകരൻ ഇവിടെ കണ്ട സുധാകരനാണ് അതിൻ്റെ ഇൻചാർജ് യോഗ. അങ്ങനെ യോഗയാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറേ സത്സംഗം പ്രഭാഷണങ്ങൾ ഒക്കെ നടത്തിയിരുന്നു. നമ്മൾ വന്ന ഇടയ്ക്ക് എനിക്ക് സംസ്കൃതത്തിന് കൊടുങ്ങല്ലൂർ സംസ്കൃതത്തിൻ്റെ സ്ഥലമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ഗുരുകുലം തുടങ്ങി. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആർക്കും അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അവർക്കൊക്കെ മറ്റേ സ്കൂളുകളിലേക്ക് പോകണം തന്നെയാണ്. അപ്പോൾ 9ഉം 10ഉം ക്ലാസ്സൊക്കെ ആയപ്പോൾ കുട്ടികളെയൊക്കെ അവർ കൊണ്ടുപോയി അമ്മ. പിന്നെ തുടങ്ങിയത് ഇവിടെ സംസ്കൃത പ്രതിഷ്ഠാനം തുടങ്ങിയപ്പോൾ അവിടുത്തെ പെൺകുട്ടികൾക്ക് ഹോസ്റ്റലില്ല. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ സംസ്കൃതം പഠിപ്പിച്ചോളൂ, ഞാൻ സംസ്കൃതി പഠിപ്പിക്കാമെന്ന്. അങ്ങനെ അവിടുത്തെ കുട്ടികൾ 10-30 കുട്ടികൾ ഇവിടെ വന്ന് ഹോസ്റ്റലിനായിരുന്നു. പിന്നെ അവരിപ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇരിങ്ങാലക്കുടയുടെ അടുത്ത്. അപ്പോൾ അത് കാരണം അതില്ല, അത് നിർത്തി. പിന്നെ നമുക്കിപ്പോഴുള്ള സത്സംഗവും ഇത് ഈ കൊച്ചു കുട്ടികളുടെ ഒരു ശിശുവിഹാറുണ്ട്, സത്സംഗ പ്രഭാഷണങ്ങളുണ്ട്. പിന്നെ ഞാൻ വീടുകളിലൊക്കെ പോയിട്ട്
എന്തെങ്കിലും ഒരു സ്പിരിച്വൽ പരിപാടി ദേവി ഭാഗവതോ രാമായണം വായന വേറൊരു കുട്ടിയുണ്ട് അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് എന്നുവെച്ചാൽ എന്താ പറയില്ലേ മുഹമ്മദ് ഗോസ് ടു ഇഫ് മുഹമ്മദ് ഡസൻ ഗോ ടു മൗണ്ടൻ മൗണ്ടൻ ഗോസ് ടു മുഹമ്മദ് എന്ന് പറയണ മാതിരിയാണ്. ഇങ്ങോട്ട് ആര് വരുന്നത് വെച്ചാൽ ശരി വീടുകളിലേക്ക് പോവുക, വീടുകളിൽ പോയിട്ട് അവരെ കൂട്ടിയിരുത്തി അവർക്ക് സത്സംഗം നടത്തുക, അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്കും ഇപ്പോൾ പ്രായാധിക്യം കൊണ്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട്.